ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാൽ സർബത്ത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ പുറത്തു നിന്നും വാങ്ങുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ പാല്, അതുപോലെ ഏലയ്ക്ക, പിന്നെ കശകശ, ഇത് നമുക്ക് എല്ലാ പലചരക്ക് കടകളിലും കിട്ടും. ഞാനൊരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശയാണിത്. പിന്നെ വേണ്ടത് പിസ്താടെ മിൽക്ക് മിക്സ്. നമ്മുടെ ഈ പാൽ സർബത്തിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ പിസ്താടെ മിൽക്ക് മിക്സാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അതുപോലെ നമ്മുടെ കശകശയും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചരുവത്തിലേക്ക് നമ്മുടെ കശകശ, അതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പിസ്ത മിക്സ്, വളരെ കുറച്ച് മതി, ഒരു 5-6 തുള്ളി പിസ്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ, ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തോളൂ. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, ഇച്ചിരി വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി പിസ്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഈ പാൽ സർബത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ പിസ്ത മിക്സാണ്. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ കടകളിൽ ഇത് ചെയ്യുമ്പോൾ അവർ ആപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിൾ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് കൊച്ചു കൊച്ചു പീസാക്കി കട്ട് ചെയ്തിടാറുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ എപ്പോഴും ആപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ കാണണമെന്നില്ല. അതുകൊണ്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി പിസ്ത മിക്സ് ഇല്ലാതെയും ഇത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് പിസ്ത മിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1-2 തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി. പിസ്ത മിക്സ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പാൽ സർബത്ത്, വളരെ സിമ്പിളായിട്ടുള്ള പാൽ സർബത്ത് ഇവിടെ റെഡിയായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.